ഹലോ ഗൈസ്, ദിസ് ഇസ് സഞ്ജയ് ഫ്രോം ദ ട്വിൻസ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അധികം ആരും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. ഇത് ഞാൻ യൂട്യൂബിനകത്താണെങ്കിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്താണെങ്കിലും അങ്ങനെയുള്ള പരിപാടികളിലൊന്നും പൊതുവെ ഡിസ്കസ് ചെയ്ത് കേൾക്കാത്തൊരു ടോപ്പിക്കാണ്. നമ്മുടെ ഇന്ത്യക്കകത്ത് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഞാൻ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരു സായിപ്പൂര് മതാവേ, ഓക്കെ, അവർ വന്നിട്ട് അവരിങ്ങനെ ഒരു വീടിൻ്റെ നടയിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു ദാനധർമ്മിഷ്ഠയായ ഒരു ചേച്ചി വന്നിട്ട് ഫുഡ് കൊണ്ടുവന്നു. എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വേണോ, അപ്പോൾ കപ്പ, അത് ഇത് മീൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇവർ ഭയങ്കര സന്തോഷത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവരെന്താണോ, അയ്യോ ഇത് ഇന്ത്യൻസ് ഭയങ്കര എന്താണ് ഭയങ്കര എന്താണ് ഹോസ്പിറ്റാലിറ്റിയിൽ ഭയങ്കര അടിപൊളിയാണ്, അവരിങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവരങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഭയങ്കര പുകഴ്ത്തിയൊക്കെ ഒരുപാട് വീഡിയോസ് ഇടുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിനകത്ത് സ്ഥിരം കണ്ടുവരുന്ന ഒരുപാടധികം വീഡിയോസും ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ ഇതേ സെയിം കാര്യം തന്നെ നിങ്ങൾ പുറത്ത് നമ്മൾ ഇന്ത്യക്കാർ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് കിട്ടുന്നുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യക്കാരുടെ പെരുമാറ്റം കൊണ്ട് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്കെതിരെ ബാക്ക്ലാഷ് വരുന്നെങ്കിലും നമ്മൾ നന്നായിട്ട് പെരുമാറുന്ന ഒരുപാട് പേരുള്ള ഒരു സമൂഹത്തിൽ നിന്ന് പോകുന്ന ഇപ്പം UK, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം, ജർമ്മനി, പിന്നെ ഈവൻ ഇഫ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഞാനൊരു ജർമ്മൻ ഒരു ലേഡിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമുക്ക് തരുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് അവരോട് കാണിക്കുന്ന ഈ സ്നേഹവും, പിന്നെ ഈ വൈറ്റ് സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക്, പൊതുവെ ഇന്ത്യക്കാർക്ക് ഈ ഭയങ്കര ഇവരെ വൈറ്റ് സ്കിൻ മതി, അവർ സെലിബ്രിറ്റി ആവും. മനസ്സിലായി? അതെന്ന് പറഞ്ഞാൽ അതൊരു കൊളോണിയൽ മെന്റാലിറ്റിയാണ്. അതായത് നമ്മൾ 200 വർഷം നമ്മളെ ഈ ബ്രിട്ടീഷുകാർ, 100 വർഷം 200 വർഷം മുമ്പ് ഈ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്ന സമയത്ത്, ആ സമയത്ത് നമ്മളിവിടെ കാണുമ്പോൾ ഈ അടിയാളനായിട്ട് നമ്മളിങ്ങനെ നിന്ന് ഇവരെ എന്തോ വലിയ സംഭവമായിട്ട് നമ്മൾ കാണുന്നത് പോലെയാണ് ഇന്നും ഈ വെള്ളക്കാരെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് ഭയങ്കര ബോറാണ്. അതൊരു അതൊരു കോംപ്ലക്സ് എന്ന് വെച്ചാൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആൻഡ് പൊതുവെ മലയാളികൾക്കും ഇങ്ങനെ ഈ താന്ന് നിൽക്കുക എന്നുള്ള ഒരു ഇന്ത്യക്കാർക്ക് ഇങ്ങനെ നമ്മൾ താന്ന് നിന്നാൽ മതി, നമ്മൾ ഇങ്ങനെ നിന്നാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അത് വളരെ തെറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമ്മുടെ നാട്ടിലോട്ട് ഏറ്റവും കൂടുതൽ വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഇൻ ദെയർ കൺട്രി അവർക്ക് ഈ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടൂല. മനസ്സിലായി? അവരിങ്ങനെ ആരും പാമ്പർ ചെയ്യോ, അവരിങ്ങനെ ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പം റാൻഡമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടതാണ്. ഒരു സായിപ്പ് വന്നിട്ട് നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു കല്യാണത്തിനോട്ട് കയറി പോവാണ്. ചുമ്മാ അങ്ങ് കയറി പോവാണ് വിത്തൗട്ട് എനി ഇൻവിറ്റേഷൻ. അപ്പം ഞാൻ പറയുന്നത്, അപ്പം ദി ഓഡാസിറ്റി ടു ഡൂ ദാറ്റ്. നിങ്ങളിപ്പോൾ പുറത്തുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പം കേരളത്തിലുള്ളവർക്ക് ഇത് അറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവർ കമന്റിനകത്ത് വന്ന് നമ്മൾ ഇങ്ങനെയല്ല, അവരുടെ കൾച്ചർ ഇതാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ ഡയലോഗ് അടിക്കുക. അത് നിങ്ങൾക്ക് കാര്യം പറഞ്ഞിടാത്തതുകൊണ്ടാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു കല്യാണത്തിനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റിൽ നിങ്ങൾ അൺഇൻവൈറ്റഡ് ആയിട്ട് നിങ്ങൾ പോയി നോക്കി അവരുടെ ട്രീറ്റ്മെന്റ് എങ്ങനെ ആയിരിക്കുമെന്ന്. സോ അത് നമ്മൾ കൾച്ചറൽ ബേസിസിലൊന്നും എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ വന്ന് അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഇവർ ഈ ചെക്കൻ കയറി ഈ കല്യാണത്തിന് മുമ്പ് അവർക്ക് ഭയങ്കര റിസപ്ഷൻ, ഭയങ്കര ട്രീറ്റ്മെന്റ്. പുള്ളി അത് വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഈവൻ ലൈക്ക് ദേ ആർ നോട്ട് റെസ്പെക്ടിങ് അവർ പ്രൈവസി. എവിടെ വേണമെങ്കിലും ഇവന്മാർ ക്യാമറയും കൊണ്ട് പോകും. ഈവൻ ലൈക്ക് റീസെന്റ് ഋഷികേഷിൽ വന്നിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവർ ഇന്ത്യൻസിനെ വെൽക്കം ചെയ്യുന്നില്ല. അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നതാണ് ഇന്ത്യൻസിന് അവിടെ എൻട്രി ഇല്ല. ഇവന്മാരെ എല്ലാ റൂൾസ് എല്ലാം എഴുതി വെച്ചിട്ട് ഇന്ത്യൻസിന് എൻട്രി കൊടുക്കില്ല. ഇന്ത്യൻസ് വരുമ്പോഴത്തേക്ക് അവിടെ ഫുള്ളാണ്. ഇവന്മാരെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാണിക്കുന്ന പരിപാടിയാണ് ഞാൻ പറയുന്നത്. സോ ഈ ചുമക്കുന്ന ഇങ്ങനെ പണ്ട് ഈ വൈറ്റ് സ്കിൻ പ്രിവിലേജ് എന്ന് പറഞ്ഞ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ഏത് നാട്ടിൽ ചെന്നിരുന്നാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അറബ് രാഷ്ട്രത്തിൽ ചെന്നിരുന്നാലും അവിടെ ഈ വൈറ്റ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ഇറ്റ്സ് സംതിങ് എൽസ്. ഒരു ഇന്ത്യക്കാരനോ ഒരു നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന, ഇപ്പം കേരളം അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ത്യക്കകത്തുനിന്ന് തന്നെ പലയിടത്തുനിന്ന് പോകുന്ന ഒരാൾക്കാർക്കും അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ എന്ന് വെച്ചാൽ അവർ അങ്ങനെ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് അക്സെപ്റ്റബിൾ, ഐ മീൻ ലൈക്ക് കുറച്ച് ലിബറൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ. എൻ്റെ ബ്രദർ പുറത്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, UK വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഹി ഫേസ് ദ സെയിം തിങ്. ഞാൻ ഖത്തറിൽ ഞാൻ ഈ ജർമ്മൻ പുള്ളിക്കാരിയുടെ കൂടെ വർക്ക് ചെയ്തിരുന്നപ്പോഴും അല്ലാതെ ഞാൻ UK ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വൺ ഓഫ് ദം ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഓൾവേസ് ദേ ട്രീറ്റ് യു ലൈക്ക് യു ആർ ഫ്രം എ തേർഡ് വേൾഡ് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിയാളന്മാരായിട്ട് മാത്രം. അതായത് നമ്മളെ ഈ ക്വാളിഫിക്കേഷൻ സെയിം ആണ്, നമ്മൾ ചെയ്യുന്ന വർക്ക് സെയിം ആണെങ്കിൽ പോലും അവർ നമ്മളെ അത് അംഗീകരിക്കാൻ തയ്യാറില്ല. കാരണം ഈ ജർമ്മൻ അമ്മച്ചി എന്നോട് ഒരു 100 തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്, ഹൗ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ, ലൈക്ക് നിന്റെ അമ്മ ഇവിടെ നിന്നായിരുന്നോ, നിന്റെ അച്ഛൻ ഇവിടെ നിന്നായിരുന്നോ? ബിക്കോസ് അവർക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്.
ആൻഡ് നമ്മളതിൽ ഫേസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ഈവൻ അവരുടെ ഓഫീസിനകത്ത് വെച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു നമ്മളെ, മനസ്സിലായോ? ആൻഡ് ദേ ഫൗണ്ട് ആൻ എക്സ്ക്യൂസ്. എന്താണ് നമ്മൾ മറ്റേ എന്താണ് ഫുഡ്, എന്താ നമ്മുടെ ഫുഡിന് ഇങ്ങനെ മസാലയുടെ സ്മെല്ലുണ്ട്, മറ്റൊന്നുണ്ടോ മറിച്ചുണ്ടോ. ദീസ് ആർ ഓൾ ജസ്റ്റ് ഫേക്ക് എക്സ്ക്യൂസസ്. കാരണം നമ്മളവിടെ സാൻഡ്വിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇവർ കഴിക്കുന്ന അതേ സാധനം തന്നെയാണ് നമ്മളവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻസിന് കഴിക്കാൻ മാത്രം പുറത്ത് പ്രത്യേക ഒരു ഏരിയയിലും ഒരു ഒരു ചെറിയൊരു ക്യാബിൻ പോലെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് മാത്രം ബാക്കിയുള്ള എല്ലാ രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരും അവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഒന്നോ രണ്ടോ ഇന്ത്യൻസ് മാത്രം നമ്മൾ മാറിയിരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അതാണ് ഞാൻ പറയുന്നത്. ഇവർ ഈ കാണുന്ന തോന്നിയാസങ്ങളെല്ലാം കണ്ട നാട്ടിൽ ഇരുന്ന് കാണിച്ചിട്ട് അവന്മാർ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ നമ്മൾ മിസ്ട്രീറ്റ് ചെയ്യണം എന്നല്ല. അത് നമ്മുടെ കൾച്ചറല്ല. കാരണം അവന്മാർ നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട്. സോ അത് നമ്മുടെ കൾച്ചറല്ല. ഒരു 80% ആൾക്കാരാണ് ഞാൻ പറയുന്നത്. പക്ഷേ 80% ആൾക്കാരും പുറത്ത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. വളരെ തട്ടിയും തെറിച്ചും വളരെ സ്വീറ്റായിട്ടും കുറച്ച് ജെന്റിലായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരെ അവിടെ ഉള്ളൂ. നമ്മൾക്കിട്ട് എങ്ങനെ ഒരു ജോലി സ്ഥലത്ത് നമുക്കിട്ട് എങ്ങനെ പണി തരാം, നമ്മളെ കൊണ്ട് എങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യിക്കാം, നമ്മൾ ഈ കോമാളി വേഷം എങ്ങനെ കെട്ടിക്കാം, നമ്മളെങ്ങനെ കളിയാക്കാം, ഇതൊക്കെയാണ് അവിടെ ഉള്ള ആൾക്കാർ, ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് ലൈക്ക് നിങ്ങൾക്ക് ഇതുപോലെ പേഴ്സണൽ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിന്റെ കമന്റ്സിനകത്ത് ലൈക്ക് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, ബിക്കോസ് കാരണം ഇതിനകത്ത് ഇത് അറിഞ്ഞൂടാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ ഇട്ടാവട്ടത്തുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ മറ്റേ ഭയങ്കര സംഭവമാണ്. ഇവന്മാർ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവന്മാരെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതാണ്. മാങ്ങാത്തുലിയാണ്. അവന്മാർ ഒരു പുല്ലും ചെയ്യത്തില്ല, മനസ്സിലായോ? അവന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അഹങ്കാരമാണ് അവന്മാർ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഇവർ വരുമ്പോൾ ഇവരെ മറ്റേ വീട്ടിൽ കയറ്റിയിരുത്തി ഫുഡ് കൊടുക്കുകയും അവൻ്റെ ഒന്നും വീണ്ടും നടയിൽ ചെല്ലാൻ സമ്മതിക്കത്തില്ല. സോ നമ്മളെ കൾച്ചർ കാണിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. റെസ്പെക്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ പറയുന്ന ഈ ഗുഡ് ജസ്റ്റർ ആണെങ്കിലും ഇതുപോലെ നമ്മൾ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഒരാൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് അടിമത്വം എന്നാണ്, മനസ്സിലായി? നമ്മൾ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെ മാത്രം ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് അടിമത്വം എന്നാണ്. ആൻഡ് അനദർ വൺ തിങ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മുടെ നാട്ടിൽ കുറെ വിവരമില്ലാത്ത കുറെ മാനേജേഴ്സ് ഉണ്ട്. വിവരമില്ലാത്ത മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തിരുന്ന കമ്പനീസിലെല്ലാം ലോക വിവരമില്ലാത്ത കുറച്ച് പൊട്ടന്മാരുണ്ട്. അവരങ്ങനെ തന്നെ പറയണം. ഞാൻ പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ പ്ലീസ് ഡോണ്ട് മൈൻഡ് ദാറ്റ്. പക്ഷേ അവരങ്ങനെ തന്നെ പറയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് ഒരു ക്ലയന്റ് വരികയോ ഒരു ക്ലയന്റ് വിസിറ്റിന് അവിടെ നിന്ന് കുറച്ച് സാഹിബന്മാർ വന്നു കഴിഞ്ഞാൽ ഇവന്മാർ ഉള്ളംകാലി വരെ അവന്മാർ നക്കും. കാരണം അത്രയ്ക്ക് ബോധമില്ലാത്ത, ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത കുറച്ച് ഇഡിയറ്റ്സ് ഉണ്ട് ഇവിടെ. ഇവന്മാരാണ് പുതിയതായിട്ട് വരുന്ന തലമുറയിലെ 22-23 വയസ്സിൽ ജോയിൻ ചെയ്യുന്ന പിള്ളേരെടുത്ത് ഇവന്മാർ വരുമ്പോഴത്തേക്ക് ഇവന്മാരെ മുമ്പിൽ ഇങ്ങനെ അയ്യോ തമ്പ്ര എന്ന് പറഞ്ഞ് കുനിഞ്ഞു നിൽക്കണേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള കുറെ ഇഡിയറ്റ്സ് ഉണ്ട്. ബ്രെയിൻ ഡെഡ് ഇഡിയറ്റ്സ് ആണ് ഇവന്മാർ. വിളിക്കേണ്ട വാക്ക് വേറെ പലതുമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് പ്രാന്തന്മാർ കാരണമാണ് നമ്മുടെ വരും തലമുറയ്ക്കും നമ്മൾ പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവന്മാരടുത്ത് നമ്മൾ ചെന്ന് ഇങ്ങനെ. അങ്ങനല്ല. നമ്മൾ ഇഫ് യു ആർ ക്വാളിഫൈഡ്, നമ്മൾ അത്രയും പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നേർക്കുനേരിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടാവണം. അതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈക്വൽ റെസ്പെക്ട്. നമ്മൾ അവിടെ ചെന്ന് ഒരു സായിപ്പിന്റെ അടുത്ത് കാണുമ്പോഴത്തേക്കും അയ്യോ സാർ, യെസ് സാർ, ഓക്കെ സാർ, അതല്ല. നമ്മൾ കാണുമ്പോഴത്തേക്ക് അവിടെ പേര് വിളിച്ച് അവന്റെ കൂടെ നിന്ന് സംസാരിക്കാനുള്ള ഒരു രീതിയിൽ നമ്മൾ ഇനിയുള്ള ജനറേഷനെങ്കിലും അതിന് ലൈക്ക് ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു രീതിയിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ ഇവന്മാർ വരുമ്പോഴത്തേക്ക് ഇവന്മാരെ കാര്യം നിൽക്കുന്ന പരിപാടി നിർത്തണം. അവന്മാർ വന്ന് സ്ഥലം കണ്ടിട്ട് പോട്ടെ, മനസ്സിലായി? നമ്മൾ ആരും അവന്മാരെ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട, അവന്മാരെ പോയിട്ട് പൂജിക്കുകയും വേണ്ട, ഒരു പുല്ലും ചെയ്യണ്ട. അവന്മാർ വരും സ്ഥലം കാണാൻ വന്നെങ്കിൽ സ്ഥലം കണ്ടിട്ട് പോട്ടെ. അവന്മാർ ഇവിടെ വരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VIP ട്രീറ്റ്മെന്റ് അനുഭവിക്കാൻ. ഒരു വെള്ളക്കാരൻ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഒരു 5000 പേരുണ്ട്. എന്ത് കണ്ടിട്ടാണ്? ഇവൻ ആരാണ്? ഞാനതാ ചോദിക്കുന്നത്. നിങ്ങൾക്കൊന്നും ഒരു മിനിമം ഒരു ബുദ്ധി വേണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അയാളൊരു സാധാരണക്കാരനാണ്. അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ മിനിമം അയാൾ നമുക്ക് തരുന്ന റെസ്പെക്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ച് കാണിച്ചാൽ മതി. അല്ലാതെ തൂക്കി തലവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇത് ഞാനൊരു 10 വർഷം മുമ്പാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതിനകത്ത് 99% ആൾക്കാരെ ഡിസഗ്രി ചെയ്തതാണ്. പക്ഷെ ഇപ്പം ഒരു 70-75% ആൾക്കാർ എൻ്റെ കൂടെ അഗ്രി ചെയ്യും. ബിക്കോസ് നമ്മുടെ ഇവിടുന്ന് മൈഗ്രേഷൻ വളരെ കൂടുതലാണ്. അവിടെ ചെന്ന് ആൾക്കാർ അനുഭവിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ എൻ്റെ കൂടെ അഗ്രി ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. സോ ഇനിയെങ്കിലും ഈ അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാനുള്ള ഈ കോർപ്പറേറ്റിനകത്തെങ്കിലും വിളിച്ചുകൊണ്ട് വരുന്നവരുടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ പിള്ളേരെ കൊണ്ടുവന്ന് കുനിച്ച് നിർത്തല്ലേ ഇതുപോലെ, മനസ്സിലായി? നീയൊക്കെ അത് ചെയ്തു. ഇനി നമ്മുടെ പിള്ളേരെങ്കിലും ഇതുപോലെയൊക്കെ ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടിക്ക് നിങ്ങൾ ദയവ് ചെയ്തു ആ പരിപാടിയിൽ നിർത്തരുത്. ഓക്കെ, സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട, ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്കും ഇത് അനുഭവിച്ച ആൾക്കാർക്കും മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. എന്തായിരുന്നാലും
പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് എന്തെങ്കിലും പോയിന്റ്സ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും നിങ്ങൾ ഈ കാണുന്ന വീഡിയോസും നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കുക. പുറത്ത് പോയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വിളിച്ചിട്ട്, മോനെ മോളെ ഇത് എങ്ങനെയാണ്, ഇങ്ങനെയാണോ അവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണോ കിട്ടുന്നത് എന്നൊന്ന് ചോദിച്ചു നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഇവിടെ വരുന്ന ആൾക്കാരുടെ അടുത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുക. മിസ്ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നെവർ മിസ്ബിഹേവ് വിത്ത് ദം. അത് നമ്മുടെ നാടിന് മോശമാണ്, അതൊരിക്കലും ചെയ്യരുത്. പക്ഷെ അനാവശ്യമായിട്ട് ഇവന്മാരെ തൊഴാനും പൂജിക്കാനും കാല് നക്കാനും പോകരുത്. ഇവിടെയുള്ള കോർപ്പറേറ്റിൽ ഇരിക്കുന്ന കുറെ പോഴന്മാരും ഉണ്ട്, അവന്മാരുടെ അടുത്തും കൂടെയാണ് പറയുന്നത്. ആ പരിപാടി നീയൊക്കെ ഇനിയെങ്കിലും നിർത്തണേ. അന്തസ് വേണം, മനസ്സിലായോ? ഈ ഇവന്മാർ വരുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ ഇവിടെ നിന്ന് വണ്ടിയും പിടിച്ചുകൊണ്ട് അവിടെ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവന്മാരവിടെ കാണിക്കുന്ന എന്താണെന്നുള്ളത് പോയവന്മാർക്ക് മനസ്സിലായില്ലേ? ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ കൊടുക്കുന്ന ഈ സല്യൂട്ട് അടി പരിപാടിയൊന്നും അവിടെ കിട്ടൂല, മനസ്സിലായോ? 4 പേര് എസ്കോർട്ടും മറ്റേന്ന് മറിച്ച്. എന്താ ഇവന് ഈ വെളുത്ത സ്കിൻ ഉള്ളതുകൊണ്ടാണോ? ഇനിയെങ്കിലും ഗ്രോ അപ്പ് മാൻ. എല്ലാവരുടെ അടുത്തും കൂടെയാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സിറ്റുവേഷൻ തരുന്ന നമ്മുടെ സെൽഫ് റെസ്പെക്ട്, നമ്മൾ അങ്ങനെ ഒരു കൺട്രിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്, നമുക്ക് അത്രയും ഒരു പ്രിവിലേജ്ഡ് ആണ് നമ്മളിപ്പോൾ. സോ അറ്റ്ലീസ്റ്റ് ഷോ ദാറ്റ് ആ കൊളോണിയൽ മെന്റാലിറ്റി ഇനിയെങ്കിലും എല്ലാവരും കളയണം കേട്ടോ. സോ അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ യോജിക്കുന്നുണ്ട്, ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ make sure that you guys are subscribing to the channel. പിന്നെ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. I'll see you guys next time. Bye.